പടത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അങ്ങനെ ഒരു ഫീല് തന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ്. പിന്നെ ശരിയാണ്, ഒരു ചെറിയ പടമാണ്, നമുക്ക് വലിയൊരു ബഡ്ജറ്റൊന്നും ഇല്ല, പക്ഷേ ഇതിൽ നല്ല ഏർണസ്റ്റ്നെസ് ആയി കൂടെയാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. വി ആർ എൻ എക്സ്പെരിമെൻ്റൽ സ്റ്റേറ്റ്. ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അങ്ങനെ നെപ്പോട്ടിസമോ അതോ ബഡ്ജറ്റോ അതോ മാർക്കറ്റിങ്ങോ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. കഥ നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെ എടുക്കും, സപ്പോർട്ട് ചെയ്യും. നമ്മൾ ജസ്റ്റ് ചോദിക്കുന്ന ഒരു ചാൻസാണ്. എന്തായാലും പ്ലീസ് പടം കാണുക. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സപ്പോർട്ട് അസ്. ബിക്കോസ് ഇത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. നോർത്തിൽ നിന്ന് അവർക്ക് അവിടെ കിട്ടാത്ത ഫ്രീഡം കാരണം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പടം ചെയ്യണം, ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ആൻഡ് അവർ ഉദ്ദേശിച്ചൊരു കഥ അവരുടെ രീതിയിൽ അത് ഷൂട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരു ടീമാണ്. ആൻഡ് ആസ് ആക്ടേഴ്സ് നമുക്ക് കിട്ടിയൊരു ചാൻസാണ് ഇത്രയും അഴിഞ്ഞ ഒരു ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത്. മാല ചേച്ചി, ശ്രീകാന്ത് ഏട്ടൻ, ഞാൻ, ഗോപിക ആസ് എ ന്യൂ കമ്മർ, ഷീ ഹാസ് ഗോട്ടൺ എ ഗുഡ് റോൾ. ആൻഡ് ഹരീഷ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ, എല്ലാവരും, ആൻഡ് പ്രശാന്ത് ഏട്ടൻ. സ്ഥിരം നമ്മളെ എല്ലാ സിനിമയിലും ഒരു ടൈപ്പ് കാസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്, പക്ഷേ ദിസ് ഈസ് വൺ പ്ലേസ് വെർ വി ഹാവ് ബ്രോക്കൺ ദ മോൾഡ്. ഒരു വ്യത്യാസത്തിൽ നമ്മളൊരു വേറെ സംഭവം എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. ആൻഡ് ദെൻ കണ്ടിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് അഭിപ്രായം എന്താണെങ്കിലും പ്ലീസ് ജസ്റ്റ് ഷെയർ ഇറ്റ്. വി വുഡ് ബി വെരി ഹാപ്പി ടു ബി ക്രിട്ടിക്ഡ് ഓൺ ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും പറയുക, ഈ പടം നമുക്ക് ഇങ്ങനെ ഇപ്പം ഇത്രയും വലിയ വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് വി ആർ ജസ്റ്റ് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ. പക്ഷേ വി വുഡ് റിയലി ലൈക്ക് ഇറ്റ് ഇഫ് പീപ്പിൾ ഗെറ്റ് ടു നോ ഇറ്റ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമെങ്കിൽ. ഞാൻ പിന്നെയും അത് പറയുന്നില്ല. താങ്ക് യു സോ മച്ച്.